നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി, 13 വയസ്സുണ്ട്. അമിത വണ്ണമുള്ള കുട്ടിയാണ്. ഗ്രേഡ് 3 ഫാറ്റി ലിവർ. ഈ കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നൊരു അവസ്ഥ അത് സാധാരണ ഒരു മധ്യവയസ്കരിലും പ്രായം ചെന്ന ആളുകളിലൊക്കെയാണ് കണ്ടുവരുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് അത് കൗമാരപ്രായക്കാരിലും അത് വളരെയധികം ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഇവിടെ ഇപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഈ 13 വയസ്സുള്ള പെൺകുട്ടിക്ക് പ്രായത്തിനും പൊക്കത്തിനും അനുസരിച്ചുള്ളതിനേക്കാൾ വളരെ കൂടുതൽ ശരീരഭാരമുണ്ട്. ഈ ഗ്രേഡ് 3 ഫാറ്റി ലിവർ എന്ന് പറഞ്ഞൊരു അവസ്ഥയുമുണ്ട്. എന്താണ് ഈ കുട്ടിയുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ, ആരെങ്കിലും വഴക്ക് പറയുകയോ കൂട്ടുകാരുമായിട്ട് വഴക്കിടുകയോ അവരാരെങ്കിലും തള്ളിപ്പറയുകയോ കുറ്റപ്പെടുത്തുകയോ എന്തെങ്കിലും ചെയ്താൽ, അധ്യാപകർ വഴക്ക് പറഞ്ഞാലോ മാതാപിതാക്കൾ വഴക്ക് പറഞ്ഞാലോ ഒക്കെ പെട്ടെന്ന് വിഷമം വരും. ഈ വിഷമം മറികടക്കാനായിട്ട് അമിതമായി ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഈ കുട്ടിയുടെ സ്വഭാവം. ഈ ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ വലിച്ചു വാരി അങ്ങ് കഴിച്ചുകൊണ്ടേയിരിക്കും. ഒരുപക്ഷെ ഒരു ഫാമിലി പാക്ക് ഐസ്ക്രീമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് കുറച്ച് സമയം കൊണ്ട് തന്നെ അത് തീർക്കും. നൂഡിൽസ്, ഫ്രൈഡ് റൈസ്, ഇങ്ങനത്തെ പല സാധനങ്ങളും ഓർഡർ ചെയ്യും. പിസ്സയും ബർഗറും ഒക്കെ ഓർഡർ ചെയ്യും. എന്നിട്ട് ഇതെല്ലാം ഇങ്ങനെ ആർത്തിയോടെ കഴിക്കുകയാണ്. അപ്പം സാധാരണ ഒരു വ്യക്തി കഴിക്കുന്നതിൻ്റെയൊക്കെ 3 ഇരട്ടി ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴാണ് അവളുടെ വയറ്റിലെ കത്തലൊന്ന് ശമിക്കുന്നത്. അത് കഴിഞ്ഞാലേ അവൾക്ക് സമാധാനം കിട്ടുകയുള്ളൂ. ഇത് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിനോടൊപ്പം ഈ മൊബൈലിൽ ഓൺലൈൻ ഗെയിമുകൾ കളിക്കുന്ന രീതിയും കൂടെ അടുത്ത കാലത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ആയപ്പോൾ വല്ലാത്ത പ്രയാസമാണ്. കാരണം ഇരുന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു, സൈഡിൽ ഇതുപോലെ ഓർഡർ ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ കാണും, അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. ഒരു തരത്തിലുള്ള വ്യായാമവും ഇല്ല. രാത്രി വളരെ വൈകിയാണ് ഉറങ്ങുന്നത്. രാവിലെ എഴുന്നേൽപ്പിച്ച് സ്കൂളിലേക്ക് വിടാൻ തന്നെ വലിയ പ്രയാസമാണ്. എങ്ങനെയെങ്കിലുമൊക്കെ ഉന്തിത്തള്ളി സ്കൂളിൽ വിടും. കഴിഞ്ഞ കുറച്ച് നാളായിട്ട്, ഒരു മാസമായിട്ട് സ്കൂളിൽ പോകുന്നില്ല. കാരണം ഉറങ്ങുന്നത് രാവിലെ 4 മണിയൊക്കെ ആകുമ്പോഴാണ്. സമയത്ത് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. എങ്ങനെയൊക്കെ നിർബന്ധിച്ചിട്ടും വഴക്ക് പറഞ്ഞിട്ടും അടിച്ചിട്ടും ഒന്നും സ്കൂളിൽ പോകുന്നില്ല. ഇതാണ് ഇതൊരു പ്രശ്നമാണ് എന്നൊരു തോന്നലിലോട്ട് മാതാപിതാക്കളെ എത്തിച്ചത്. അപ്പോൾ ഇതിനെ തുടർന്ന് അടുത്ത സമയത്തൊരു പനി വന്നു. ആ പനി വന്ന സമയത്ത് ഡോക്ടറിനെ കാണിക്കാൻ പോയപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത്, ഇതൊരു വലിയ ശരീരഭാരമാണല്ലോ, അമിതവണ്ണമാണല്ലോ, ഇത് ഒട്ടും ആരോഗ്യകരമല്ല. ബ്ലഡ് ഷുഗർ നോക്കിക്കഴിഞ്ഞപ്പോൾ 210 ഉണ്ട്. അതായത് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ, പ്രമേഹം എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ലിവറിൻ്റെ സ്കാനൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ഗ്രേഡ് 3 ഫാറ്റി ലിവറുണ്ട്. കൊളസ്ട്രോൾ നോക്കിയപ്പോൾ ട്രൈഗ്ലിസറൈഡും LDL ഒക്കെ കൂടി നിൽക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പണ്ടൊക്കെ 40 വയസ്സിന് ശേഷം മധ്യവയസ്കരിൽ വന്നിരുന്ന ഒരു ചയാപചയ ലക്ഷണൈക്യം അല്ലെങ്കിൽ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന അവസ്ഥ ഇപ്പോൾ കൗമാരപ്രായക്കാരായ കുട്ടികളിൽ തന്നെ വന്നിരിക്കുകയാണ്. ആർത്തവത്തിൻ്റെ രീതികളെക്കുറിച്ച് ചോദിച്ചു. 10 വയസ്സായപ്പോൾ തന്നെ ആർത്തവം ആരംഭിച്ചതാണ്. അപ്പോൾ കുറച്ച് നാളത്തേക്ക് അത് ക്രമമായിട്ടൊക്കെ വന്നു. അത് കഴിഞ്ഞൊരു കൊല്ലമായിട്ട് ആർത്തവം ക്രമം തെറ്റിയിരിക്കുകയാണ്. അപ്പോൾ ലിവറിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വേണ്ടി എടുത്ത അൾട്രാസൗണ്ടിൽ തന്നെ ഉണ്ട് പോളിസിസ്റ്റിക് ഓവറി എന്ന് പറഞ്ഞ അണ്ഡാശയത്തിൻ്റെ പരിസരങ്ങളിൽ ചെറിയ കുമിളകൾ രൂപപ്പെടുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഇത് ആർത്തവത്തിൻ്റെ ക്രമം തെറ്റിക്കുന്ന ഒരു സ്ഥിതിവിശേഷവുമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് 13 വയസ്സിൽ തന്നെ ഒരു പെൺകുട്ടി എത്തിച്ചേരുന്നത്? അവിടെയാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പല കാരണങ്ങൾ കൊണ്ടാണ്. വിശപ്പ് അകറ്റാനും ആരോഗ്യത്തിനും വേണ്ടിയൊക്കെ ആണെങ്കിലും ചിലരെങ്കിലും മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഭക്ഷണം കഴിക്കാറുണ്ട്. മനസ്സിനൊരു വിഷമം വന്നാലോ സന്തോഷം വന്നാലോ ഒക്കെ അമിതമായിട്ട് കഴിക്കും. അമിതമെന്ന് പറയുന്ന സാധാരണ ഒരാൾ കഴിക്കുന്നതിൻ്റെ 3 ഇരട്ടിയൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരത്തേക്ക് കഴിക്കത്തില്ല. വീണ്ടും ഇതേപോലെ ഒരു പ്രയാസം വരുമ്പോൾ വീണ്ടും അമിതമായിട്ട് കഴിക്കുന്നു. ബിഞ്ച് ഈറ്റിംഗ് ഡിസോർഡർ എന്നാണ് ഈ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേര്. അപ്പോൾ ഈ ബിഞ്ച് ഈറ്റിംഗ് ഡിസോർഡർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ആരോഗ്യ പ്രശ്നങ്ങൾ, ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾക്കും വഴിതെളിക്കും. അതിനനുബന്ധമായി മൊബൈലിൻ്റെ അമിത ഉപയോഗമടക്കമുള്ള വിഷയങ്ങൾ വരും. മാനസിക നിലയെ അത് ദോഷകരമായി ബാധിക്കും. വിഷാദവും അമിത ഉത്കണ്ഠയും പോലെയുള്ള ലക്ഷണങ്ങൾ പ്രകടമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ അത് അമിത വണ്ണത്തിലേക്കും മറ്റ് ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നയിക്കാനും സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഇത് കൃത്യമായിട്ട് ചികിത്സിച്ച് ഭേദപ്പെടുത്തേണ്ട ഒരു വിഷയമാണ്. ഇവിടെ നമ്മൾ ആദ്യം അഡ്രസ്സ് ചെയ്യേണ്ടത് ആ കുട്ടിയുടെ മാനസിക നിലയെയാണ്. കാരണം മനസ്സ് വിഷമിക്കുന്ന സമയത്താണ് അവൾ അമിതമായിട്ട് ഭക്ഷണത്തെ ആശ്രയിക്കുന്നത്. അപ്പോൾ മാനസിക നില ക്രമീകരിക്കാനുള്ള ചികിത്സയാണ് ഇവിടെ ആദ്യം വേണ്ടതും ഏറ്റവും പ്രധാനമായിട്ട്. അപ്പോൾ അവളുടെ മാനസിക നില ക്രമീകരിക്കാൻ വേണ്ടി മരുന്നുകൾ സഹായിക്കും, മനഃശാസ്ത്ര ചികിത്സകളും സഹായിക്കും. പലരും ആശങ്കപ്പെടാറുണ്ട്, ഈ മാനസികാരോഗ്യ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ വീണ്ടും വിശപ്പ് കൂട്ടില്ലേ, വണ്ണം കൂട്ടില്ലേ? ശരിയല്ല. വിശപ്പ് കുറയ്ക്കുന്നതായിട്ടുള്ള
വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്ന മരുന്നുകളും ഇന്ന് മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെ ചികിത്സയ്ക്ക് ലഭ്യമാണ്. അത്തരം മരുന്നുകൾ തിരഞ്ഞെടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരീരഭാരം കുറയാൻ സഹായിക്കുമെന്ന് മാത്രമല്ല, മാനസിക നില നോർമലാവുകയും അതുപോലെ ഈ ഭക്ഷണത്തോടുള്ള അമിതമായ ആവേശവും ആർത്തിയും കുറയുകയും ചെയ്യും. മരുന്നുകളോടൊപ്പം ജീവിതശൈലി ക്രമീകരണങ്ങളും മനഃശാസ്ത്ര ചികിത്സകളും മാതാപിതാക്കൾക്കുള്ള കൃത്യമായ പരിശീലനവും ലഭിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇത് കുറച്ചുകൊണ്ട് വരാനും ഈ പ്രശ്നങ്ങളിൽ നിന്ന് ആ കുട്ടിയെ മോചിപ്പിക്കാനും സാധിക്കും. നന്ദി, നമസ്കാരം.